കർണാടക സംഗീതത്തിലെ ശുദ്ധസാവേരി എന്ന രാഗത്തിന്റെ സമാനമായിട്ടുള്ള രാഗമാണ് ദുർഗ എന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ സ്വരസ്ഥാനങ്ങൾ കൊണ്ടാണ് ഈ ഒരു സമാനത പലപ്പോഴും പറയുന്നത്. അതിന്റെ പ്രയോഗങ്ങളിൽ ആ രാഗത്തിന്റെ ഭാവത്തിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ ശുദ്ധസാവേരിയിൽ നിന്ന് ദുർഗയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും ആ ദുർഗാ രാഗത്തില് സദാശിവ ബ്രഹ്മേന്ദ്രരുടെ ഒരു കീർത്തനം. गायति वनमाली मधुरं गायति वनमाली गायति वनमाली मधुरं 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 गायति वनमाली पुष्पसुगन्ध सुमलय समीर सुगन्ध सुमलय समीर पुष्पसुगन्ध सुमलय समीर पुष्पसुगन्ध सुमलय समीर पुष्पसुगन्ध सुमलय समीर मुनिजनदर्शिताय मुनातीरे गायति वनमाली मधुरं गायति वनमाली मधुरं गायति वनमाली परमहंस हृदयोत्सवकारी परमहंस हृदयोत्सवकारी परमहंस हृदयोत्सवकारी परमहंस हृदयोत्सवकारी परमहंस हृदयोत्सवकारी परिपूरित मुरलीधरे परमहंस हृदयोत्सवकारी परिपूरित मुरलीधरे गायति वनमाली मधुरं गायति वनमाली मधुरं गायति वनमाली मधुरं गायति वनमाली मधुरं गायति वनमाली സദാശിവ ബ്രഹ്മേന്ദ്രൻ എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. അദ്ദേഹത്തെക്കുറിച്ച് സദാശിവ ബ്രഹ്മേന്ദ്ര എന്നോ സദാശിവ ബ്രഹ്മേന്ദ്രാൾ എന്നോ വളരെ ബഹുമാനപൂർവ്വമാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം മുകുന്ദനെ സ്തുതിച്ചുകൊണ്ട് ബ്രൂഹി മുകുന്ദേതി എന്ന് നാവിനോട് മുകുന്ദ മുകുന്ദ എന്ന് നീ വിളിക്കൂ നാവേ എന്നാണ് അദ്ദേഹം
പറയുന്നത് കുറിഞ്ചി രാഗത്തിലുള്ള ബ്രൂഹി മൂന്തേതി എന്ന കീർത്തനത്തിൽ. ബ്രൂഹി മുകുന്ദേതി ബ്രൂഹി മുകുന്ദേതി രസനെ 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 ബ്രൂഹി മുകുന്ദേതി ബ്രൂഹി മുകുന്ദേതി കേശവ മാധവ ഗോവിന്ദേതി കേശവ മാധവ ഗോവിന്ദേതി കേശവ മാധവ ഗോവിന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി ബ്രൂഹി മുകുന്ദേതി രസനെ ബ്രൂഹി മുകുന്ദേതി രസനെ ബ്രൂഹി മുകുന്ദേതി രാധാരമണ ഹരേ രാധാരമണ ഹരേ രാമേരി രാധാരമണ ഹരേ രാമേരി രാജീവാക്ഷ ഘനശ്യാമേതി രാജീവാക്ഷ ഘനശ്യാമേതി രാജീവാക്ഷ ഘനശ്യാമേതി രാജീവാക്ഷ ഘനശ്യാമേതി ബ്രൂഹി മുകുന്ദേതി രസനെ ബ്രൂഹി മുകുന്ദേതി രസനെ ബ്രൂഹി മുകുന്ദേതി അക്രൂര പ്രിയ ചക്രധരേതി അക്രൂര പ്രിയ ചക്രധരേതി ഹംസ നിരഞ്ജന കംസകരേതി ഹംസ നിരഞ്ജന കംസകരേതി ഹംസ നിരഞ്ജന കംസകരേതി ഹംസ നിരഞ്ജന കംസകരേതി ബ്രൂഹി മുകുന്ദേതി രസനെ ബ്രൂഹി മുകുന്ദേതി രസനെ ബ്രൂഹി മുകുന്ദേതി ബ്രൂഹി മുകുന്ദേതി ബ്രൂഹി മുകുന്ദേതി സാമരാഗത്തിലുള്ള മാനസസഞ്ചര്യ എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള സദാശിവ ബ്രഹ്മേന്ദ്രാള കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നത് മനസ്സിനോട് ബ്രഹ്മണി സഞ്ചര്യ ബ്രഹ്മത്തിൽ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം അവസാന കാലമാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ സമാധി കാലമാകുമ്പോഴേക്കും കാവേരിയുടെ തടത്തിൽ കാവേരിയുടെ തീരത്തിൽ നെരു എന്ന സ്ഥലത്ത് അദ്ദേഹം അലഞ്ഞു നടക്കേണ്ടത് ദിഗംബരനായിട്ട് വസ്ത്രങ്ങൾക്ക് ഉപേക്ഷിച്ച് ഒരു അവധൂതനായിട്ട് അലഞ്ഞു നടക്കേണ്ടത് അദ്ദേഹം ശരീരത്തിനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു അത്ര ആ കാലമാകുമ്പോഴേക്കും. അങ്ങനെ ശരീരത്തിനെ ത്യജിച്ച് ബ്രഹ്മത്തിൽ സഞ്ചരിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. അങ്ങനെയുള്ള ആ മഹാ ഉപദേശങ്ങൾ നൽകിയ ആ മഹാനുഭാവൻ നെരൂർ എന്ന സ്ഥലത്താണ്, തമിഴ്നാട്ടിലെ നെരൂർ എന്ന സ്ഥലത്താണ് സമാധി അടഞ്ഞത്. കാവേരിയുടെ തീരത്തുള്ള മാനാമധുരയ്ക്കടുത്തുള്ള അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ഇന്നും സംഗീതജ്ഞർ അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിൽ സഞ്ചരിക്കാനും സംഗീതത്തിൽ സഞ്ചരിക്കാനും താല്പര്യമുള്ള കലാകാരന്മാരും സത്യാന്വേഷികളും അവിടെ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ പാടിയിട്ട് ഇന്നും അങ്ങനെയുള്ള ആ മഹാനുഭാവന്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് വീണ്ടും കാണാം. നമസ്കാരം.